പൊന്നുസേട്ടാ പോവാം. ഇന്ന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. ഫാക്ടറി ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ പൊന്നുസേട്ടാ? ആകെ ഒരു ടെൻഷനാ. ആ സ്ഥിരപ്പെടുത്താത്തവന്റെ പേരെന്താ? എന്താ? പാത്രസാരഥിയോ? പാത്രസാരഥിയല്ല, പാർത്ഥസാരഥി. എന്നെ കണ്ടാവും ബഹളം ഉണ്ടാക്കും. അവനെ ഞാൻ നോക്കിക്കോളാം. ആഹാ, നിർത്ത് നിർത്ത്. നിക്കുമോളെ. മോള് കുറച്ചങ്ങനെ നീങ്ങുന്നേ. എവിടേക്കാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങള് തീരുമാനിച്ചില്ല. നിങ്ങൾ എവിടേക്കാണ് തീരുമാനിച്ച അവിടേക്ക് തന്നെ ഞാനും. മോളെ കുറച്ചങ്ങനെ നീങ്ങിരുന്നേ. എടോ വണ്ടിന്റെ ഉള്ളു തുടച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യേ, ഷർട്ട് മുഴുവൻ ചീത്തയാവും. ടവല് വിരിച്ചിരുന്നു. നല്ലോണം കാണത്തക്ക രീതിക്ക് വിരിക്കട്ടോ. മക്കളെ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിരുന്നേ, അമ്മാവനോട്ട് ഇരിക്കട്ടെ. ശാന്ത, നീ ഇതിൽ കയറണ്ട. ഞാൻ വന്നാൽ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? എടോ ഡ്രൈവറെ, വണ്ടി സൂക്ഷിച്ചോടിക്കണം. വീരമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലുണ്ടല്ലോ. മക്കളെ എല്ലാം അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശാന്തേ ബായ്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്. ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി, അവരെ ജോലി നിന്ന് പിരിച്ചുവിടും. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അമ്മാവാ. പിന്നെ ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ചെമ്മീൻ കമ്പനി കുറെയൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാ. ചെറിയ ചെമ്മീനാണോ വലിയ ചെമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം. ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ചെമ്മീനോ ചെറിയ ചെമ്മീനോ കൊണ്ടുപോയാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അമ്മാവാ, ഒരു കാര്യം ചെയ്യാം. പറയൂ. ആദ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളെ ഫുള്ളായിട്ട് പിരിച്ചുവിടുക. അതെന്താ വേണ്ടെന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇത് ഇയാളാരാ? നമ്മളാരാ? പറഞ്ഞു കൊടുക്കടോ. മീരക്കുഞ്ഞിന്റെ അമ്മാവനാ. മൂപ്പര് ഇവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ വന്നതാ അല്ലേ? നിങ്ങളാണോ മാനേജർ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട്, എത്ര കിലോ ചെമ്മീൻ വിൽക്കുന്നുണ്ട്, എല്ലാം എഴുതി വെക്കലേ. ഓ പൊന്നൂസ്, ഈ ചെമ്മീൻ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ്? അതവിടെ താഴെയാണ്. എന്നാ അവിടേക്ക് കൊണ്ടുപോകണം. ഇവിടുത്തെ കഴിഞ്ഞു. ഓ, ഇപ്പോഴെങ്കിലും ഞാൻ വന്നത് നന്നായി. ഉത്തരവാദപ്പെട്ട ഒരാളില്ലാത്തതിന്റെ കുറവ് കമ്പനിയിൽ അടിമുടി കാണുന്നുണ്ട്. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവരടാന വലിയടാ വലി. ഇനിയിപ്പോ എസ്റ്റേറ്റ് എങ്ങനെ നടക്കുന്നാവോ? മോളെ, എത്രയും പെട്ടെന്ന് എനിക്ക് എസ്റ്റേറ്റ് ഒക്കെ ഒന്ന് കാണണം. ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല. നാട് നീളെ നമുക്ക് പുതിയ പുതിയ കമ്പനികൾ തുടങ്ങണം. കാവും പുറത്ത് അടിയോടി കുടുംബം എന്ന് കേട്ടാൽ നാട്ടുകാർ നടണം. ഇപ്പോഴേ ഞാൻ ഞെട്ടി തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധിയില്ലാത്ത പല കഴുതകളെയും നമുക്ക് ജോലിന് പിരിച്ചു വേണ്ടതായി വരും. ഇത്ര പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നു. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നേരാമണ്ണം നോക്കി നടത്തിട്ട് പോന്നാ പോരായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മോളെ, അകത്തൊരുത്തം വലിയ അധികാരത്തെ കുറെ നേരമായി കയറി കുത്തിയിരിക്കുന്നു. എവിടെ? ഇങ്ങോട്ട് വാ. ആ വേലക്കാരത്തുള്ള അയാൾക്ക് ചായ കൊടുക്കുന്നു, കാപ്പി കൊടുക്കുന്നു. ഏതോ വക്കീലാത്രേ. ഓ, വക്കീലെങ്കിൽ വന്നു. പപ്പായുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാ. ഫ്രണ്ടൊക്കെ പണ്ട്. അധികാരം കാണിക്കാൻ വന്ന അവൻ വിവരറിയും. എവിടുന്ന് വരുന്നു? എന്തു വേണം? ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ഞാൻ പറഞ്ഞില്ലേ വക്കീലെങ്കിൽ പപ്പായുടെ അടുത്ത ഫ്രണ്ടാണ്. ആരായാലും ശരി, നമുക്കിവിടെ 100 കൂട്ടം ജോലിയുണ്ട്. ആ പെട്ടെന്ന് പറഞ്ഞോട്. ശാന്തേ, ഞാനിവിടെ ഉണ്ട്. ഓ, നീ ഇവിടെ ഉണ്ടോ? വരൂ. എന്തായി കമ്പനി? ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്കിൾ ഒന്നും വിചാരിക്കരുത്. കുട്ടികളെല്ലാം പറഞ്ഞു. 18 കൊല്ലം ഈ അമ്മാവനും അമ്മായി എവിടെയായിരുന്നു? നിങ്ങളുടെ അച്ഛനും അമ്മയും ഉള്ളപ്പോ ഇവരെ ആരെങ്കിലും അടുപ്പിക്കുമായിരുന്നു? എനിക്കിവിടെ ഹൈക്കോർട്ടിൽ പ്രമാദമായൊരു കേസുണ്ട് മോളെ. അങ്ങനെ വന്നതാ. എന്റെ മോഹൻദാസിന്റെ വീട് ഇവിടെ ഉള്ളപ്പോ ഹോട്ടലിലും മറ്റും പോയി തങ്ങാനൊക്കെ പോവും. അത് നിങ്ങൾക്ക് ഭയങ്കര സങ്കടമായി തീരില്ലേ? കോഴിക്കോട് മോഹൻദാസ് ചെരുപ്പുകട നടത്തുന്ന കാലത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ എന്റെ വക്കീലാഫീസിൽ കിടന്ന അതൊക്കെ ഞങ്ങൾക്ക് അറിയില്ല അങ്കിൾ. അതെനിക്കറിയാം. പക്ഷെ ഈ വലിഞ്ഞുകയറി വരുന്നവനൊക്കെ അത് കാര്യമാക്കണ്ടെന്നേ. താണ്ടേ അവിടെ ഒരാൾ വന്നു കരയോ പിഴിയൊക്കെ ചെയ്യുന്നു. ആര്? ഞാൻ ആദ്യമായിട്ട് കാണുക. എവിടെ? കുഞ്ഞിന്റെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിത്രയുടെ അടുത്ത്. ഇവിടെ ആരും കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാ. മിസ്റ്റർ, ഇവിടെ 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 മനസമാധാനം തരില്ലേ? ഇവിടെയും മനസമാധാനം തരില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരത്തെ തനിക്ക് മനസമാധാനം തരാത്തവരാണെന്ന് തോന്നുമല്ലോ. എന്റെ ദൈവം ഇവിടെ ഉറങ്ങുന്നു. ഞാൻ കുറച്ചു നേരം ഒന്ന് ധ്യാനിച്ചോട്ടെ. അയ്യോ, ഇത് വല്ല കാവ അമ്പലം എന്ന് വിചാരിച്ചിട്ടാ. ഇതേ ദേ ഈ കുട്ടികളുടെ സ്ഥല. ആരുടെ സ്ഥലമാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. സാറേ, ഇവിടെ അമ്പലും ദൈവമൊന്നുമില്ല. ഇത് ഈ കുട്ടികളുടെ അച്ഛൻ മോഹൻദാസിന്റെ അമ്മ ശ്രീദേവിയുടെ അസ്ഥിത്തറയാ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ആരാണ്? അതറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ. പക്ഷെ എന്റെ ദൈവം ഇവിടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ മോഹൻദാസ് ആണ് എന്റെ ദൈവം. നിങ്ങൾ എന്റെ ഏകാഗ്രത നശിപ്പിച്ചു. ഞങ്ങളുടെ ഡാഡി നിങ്ങളുടെ ദൈവമാണെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആരാണെന്ന് പറയാത്ത എന്താ? പറഞ്ഞാലും നിങ്ങൾക്കാർക്കും മനസ്സിലാവുകയില്ല. അദ്ദേഹം ആക്സിഡന്റിൽപ്പെട്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോ
ഞാൻ ഒമാനിലെ ഇബ്രി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ നിമിഷം അവിടെ നിങ്ങോട്ട് പറക്കാൻ ഞാൻ കൊതിച്ചു. പക്ഷെ ചിറകറ്റ പറവയ്ക്ക് പറക്കാൻ എങ്ങനെയാവും? എയർ ഇന്ത്യ സമരം. ഓട്ടെ, വരിക, നമസ്കരിക്കുക, പോവുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞിട്ട് പോകൂ. മോഹൻദാസുമായി എന്താണ് ബന്ധം? എന്തിന് ഞാനത് നിങ്ങളോട് പറയണം? നിങ്ങളുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ. എന്തിന്? ഒരാകാംക്ഷ, അത്രമാത്രം. ഒരു പേരിൽ എന്തിരിക്കുന്നു? എങ്കിലും പറയാം. മറ്റുള്ളവർ എന്നെ വിളിക്കുന്ന പേര് ബാബുരാജ് എന്നാണ്. ഓ മൈ ഗോഡ്, നിങ്ങളാണോ ബാബുരാജ്? മോഹൻദാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബുരാജ് നിങ്ങളാണോ? എന്നെ പോകാൻ അനുവദിക്കൂ. ഇനി നിങ്ങൾ ഒരാളെ മുന്നോട്ട് വെക്കാൻ പാടില്ല. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ആരാണ് അങ്കിൾ? ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ബാബുരാജിനെ നമ്മൾ വിടാൻ പാടില്ല. പിടി വിട്ടാൽ പിന്നെ ഇയാളെ കിട്ടില്ല. എന്തായാലും പിടിയിട്ട പുള്ളിയാ? പിടി വിട്ടുകൂടാത്ത പുള്ളിയാണ്. മിസ്റ്റർ ബാബുരാജ്, നിങ്ങൾ ഈ അനാഥരായ കുട്ടികളുടെ മുഖത്തേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ പിതൃതുല്യനായ മോഹൻദാസിന്റെ കുട്ടികളാണിവർ. നിങ്ങൾക്ക് ഈ കുട്ടികളോട് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ? നിങ്ങൾ ഇവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ടെങ്കിലും പോകൂ. സ്വയം ആശ്വസിക്കാൻ കഴിയാത്ത എനിക്കങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാവും? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഈ കുട്ടികൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഓക്കെ, അല്പസമയത്തേക്ക് മാത്രം. താങ്ക് യു, താങ്ക് യു. മോളെ, ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല. എന്തൊക്കെയായാലും ഇവറ്റകൾ അന്യന്മാരല്ലേ? അന്യന്മാരെ കിടപ്പുമുറി കയറ്റി കിടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. അത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ, അല്ലേ? പിന്നെ ഒരു മര്യാദ വേണ്ടേ? വരിക, കാണുക, പോവുക, അത് ന്യായം. അച്ഛന്റെ എത്ര വലിയ സുഹൃത്തായാലും അത്രേ പാടുള്ളൂ. ആദ്യം ഉച്ചയ്ക്ക് പോകുന്നു വിചാരിച്ചു, പിന്നെ വൈകുന്നേരം പോകുന്നു വിചാരിച്ചു. ഇതിപ്പോ രാത്രി നേരത്തെയായി. ഇതെന്താ ഇവന്റെയൊക്കെ തറവാടാ? അയ്യേ. അതെ, എന്താ? മോഹൻദാസ് സാർ ഉള്ളപ്പോഴും വക്കീൽ സാർ ഇവിടെ വരാറുണ്ട്. 10-15 ദിവസമൊക്കെ താമസിച്ചിട്ടേ പോവാറുള്ളൂ. ആ, നേരത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയതാ കുഴപ്പമായത്. എന്തു കുഴപ്പം? അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? മോഹൻ സാർ ഒരു ഗതിയില്ലാതെ കോഴിക്കോട് അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന സമയത്ത് ഈ വക്കീൽ സാർ പല സഹായങ്ങളും ചെയ്തിട്ടുള്ളതാ. എനിക്ക് ഈ പഴംപുരാണൊന്നും കേക്കണ്ട. കുട്ടികളുടെ അമ്മാവൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിൽ ഇടപെടാതിരിക്കാൻ പറ്റില്ല. എന്താ പ്രശ്നം? ഇയാള് തന്നെ ഇവിടുത്തെ പ്രശ്നം. അങ്കിൾ, നീ മിണ്ടരുത്. എത്രയോ കുറ്റവാളികളുടെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് എന്ത് മനസ്സിലായി? പലതും മനസ്സിലായി. വലിയ വിശേഷമൊന്നും പറയണ്ട. മോഹൻദാസ് ഉണ്ടായിരുന്നപ്പോ ഈ വീടിന്റെ 4 അയലത്ത് പോലും വന്ന് എത്തി നോക്കാത്ത താൻ കൂടുതലൊന്നും പ്രസംഗിക്കണ്ട. എനിക്കെല്ലാം അറിയാം. ഇയാൾക്കൊന്നും അറിയില്ല. ഞാൻ ഇവിടെ കാലുകുത്തിയ ആ നിമിഷം എന്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വന്നില്ല. മോഹൻദാസ് ഇയാളെ ഈ ഗേറ്റ് കടത്തിയില്ല. ആര് മോഹൻദാസാ? അല്ല, ഭഗവൽദാസ്. ശ്രീദേവിയും മോഹൻദാസും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ സകല പാരയും വെച്ച വിഷജീവിയല്ലോ താൻ. സൂക്ഷിച്ച് സംസാരിക്കണം. അങ്കിൾ പ്ലീസ്. മോള് വെറുതെ ഇരിക്കെ. സത്യം നിങ്ങളും കൂടി അറിയണല്ലോ. ആ ബന്ധത്തെ ഞാൻ എതിർത്തിരുന്നു. എന്തുകൊണ്ട് എതിർത്തു? അവരുടെ സ്നേഹത്തിന് എന്തുമാത്രം ആഴമുണ്ടെന്ന് അറിയാൻ വേണ്ടി എതിർത്തു. നല്ല ആഴമുണ്ടെന്ന് മനസ്സിലായപ്പോ കല്യാണത്തിന് സംഭവിച്ചു. അല്ലേ ശാന്തേ? ആ, അതെ. ആര് സമ്മതിച്ചു? ഈ ഞാൻ സമ്മതിച്ചേ. ഇയാള് സമ്മതിച്ചെങ്കിൽ പിന്നെ എന്തിനാ അവർ ഒളിച്ചോടി? അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പായിരുന്നു, പറഞ്ഞില്ലടോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഒളിച്ചോടിക്കോളാൻ. തനിക്കറിയോ, അന്ന് ചാലക്കുടി കോഴിക്കോട്ട് ഫാസ്റ്റ് പാസഞ്ചറിൽ 18 രൂപ 30 പൈസക്ക് ടിക്കറ്റ് വാങ്ങി രണ്ടുപേര് കയറ്റി വിട്ടു ഞാനാ. നുണ, ശുദ്ധ നുണ. അങ്ങനെ ഒരു സംഭവമേ മോഹൻദാസ് പറഞ്ഞിട്ടില്ല. പറയില്ലല്ലോ. ആ സംഭവം ചെവി അറിയരുതെന്ന് അപ്പൊ തന്നെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ തന്നോട് ഇതൊക്കെ പറയാൻ താൻ ആരാ? അവന്റെ അമ്മാവനോ അളിയനോ? ഞാൻ ആരാണ് തനിക്ക് പിന്നീട് മനസ്സിലാകും. താൻ തന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് കേസ് കൊടുത്തില്ലേടൂ? എന്ത് ഹേബിയസ് കോർപ്പസ്? ആ, ഇതൊക്കെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. മോളെ, ഞാൻ കോടതിയെ സമീപിച്ചത് ശരിയാ. എന്തിനാന്നറിയോ? അവർക്ക് പോലീസ് സംരക്ഷണത്തോടെ കല്യാണം നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു. നിർഭാഗ്യത്തിന് എന്റെ വക്കീലിന് സ്വല്പ കേൾവി കുറവുണ്ടായിരുന്നു. ഞാൻ പോലീസ് സംരക്ഷണം എന്ന് പറഞ്ഞത് അയാൾ കേട്ടത് ഹേബിയസ് കോർപ്പസ് എന്നാ. അതെങ്ങനെയാ? ഇതുപോലത്തെ വക്കീൽമാരല്ലേ? ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളയുന്ന ആള് വരും. പോലീസ് സംരക്ഷണം ഹേബിയസ് കോർപ്പസ് ആയത്രേ. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചതെന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നുണയായിട്ട് തോന്നും. മോഹൻദാസിനെ താൻ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതോ? തല്ലിച്ചതോ? ആ, ആ, ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം. കേട്ടോ കേട്ടോ, മോഹൻദാസിനെ ഇയാൾ ഗുണ്ടകളെ അയച്ച് തല്ലിച്ചതച്ചു. നിക്ക്. തല്ലിച്ചതിന്റെ സാഹചര്യം കൂടി കേക്ക്. തന്റെ ഭർത്താവ് ധീരനും ആണത്തുള്ളവനും ആയിരിക്കണമെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കും, ഇല്ലേ? ആഗ്രഹിക്കും. അല്ലെങ്കിൽ ആ ദാമ്പത്യ ബന്ധം തകരും. ഞാൻ ഗുണ്ടകളെ അയച്ചു. മോഹൻദാസിനെ തല്ലാനല്ല, തല്ലുന്നതായിട്ട് അഭിനയിക്കാൻ. ശ്രീദേവി കാണുന്നത് എന്താ? മോഹൻദാസ് നെഞ്ചൂക്കുള്ള 5 തടിയന്മാരെ ഒറ്റയ്ക്കിടിക്കുന്നതാ. ആ ഒറ്റ സംഭവത്തിൽ ആ ദാമ്പത്യ ബന്ധത്തിന് കെട്ടുറപ്പുണ്ടായത്. ഇപ്പൊ തനിക്ക് വിശ്വാസമില്ലേ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോടൂ? താൻ വിശ്വസിക്കണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. വക്കീലങ്ങളിനെ ഇവിടുന്ന് ഇറക്കി വിടാനോ? ശരി, ഇയാള് നാളെ പോയിക്കോട്ടെ. മറ്റവനാരാ? അവനെ ഈ നിമിഷം ഇവിടുന്ന് ഇറക്കി വിടണം. അവനൊരു കള്ള തിരുമാരിയാണെന്ന് എനിക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി. അവനെ പറഞ്ഞയക്കുന്നോ അതോ ഞാൻ അവനെ കയറ്റി പിടിച്ച് വെളി തള്ളണോ? തള്ളിക്കോ, പക്ഷേ അതിന്റെ പ്രത്യാഘാതങ്ങൾ കടുത്തതായിരിക്കും.
അവൻ ആരാ? ഈ വീടുമായിട്ട് അവൻ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. എന്നെ ചൊല്ലി ആരും വഴക്കടിക്കണ്ട. ഞാൻ പോവുകയാണ്. മിസ്റ്റർ ബാബുരാജ്, എന്താണത്? എന്നെ നിങ്ങൾ അതിഥിയായി ക്ഷണിച്ചിരുത്തി ഇപ്പോൾ അന്യനാക്കി അപമാനിക്കാൻ നോക്കുന്നു. ഞാൻ എന്നും അന്യനായിരുന്നു. അനാഥ മന്ദിരത്തിന്റെ ഏകാന്ത വരാന്തകളിൽ, തവളകളെ കീറിമുറിക്കുന്ന ബയോളജി ലാബുകളിൽ, എന്നും എവിടെയും അന്യൻ. മോഹൻദാസ് സാർ എനിക്ക് സ്നേഹം തന്നു. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഇപ്പോൾ എനിക്ക് വിദ്വേഷം തരുന്നു. ഞാൻ പോകുന്നതാണ് നല്ലത്. നിൽക്കൂ മിസ്റ്റർ ബാബുരാജ്. മിസ്റ്റർ ബാബുരാജിന്റെ മനസ്സ് നൊന്താൽ ദാ അവിടെ നിന്ന് മോഹൻദാസിന്റെ ആത്മാവത് കാണും, ഞെട്ടും. ആ ആത്മാവ് നിങ്ങൾക്കാർക്കും മാപ്പ് തരില്ല. മിസ്റ്റർ ബാബുരാജ്, ഞാനാണ് പറയുന്നത്. നിങ്ങൾ പോകരുത്. വരൂ, വരൂ, വരാൻ. ഒപ്പിടുമോളെ. എന്താ അങ്കിൾ ഇത്? വക്കീലെങ്കിലാ പറയുന്നു ഒപ്പിടാൻ. എന്റെ മോഹൻദാസിന്റെ മക്കൾക്ക് മനസമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയണം. മോളിൽ ഒപ്പിട്. ഇതിലെന്താ എഴുതിയിരിക്കുന്നു അങ്കിൾ? വളരെ ചെറിയൊരു പോലീസ് കംപ്ലൈന്റ് ആണ്. ചെവി അറിയാതെ അമ്മാവനെയും അമ്മാവിയെയും പോലീസ് ഇവിടെ വന്ന് പൊക്കിക്കോളൂ. അത് ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതാണെന്ന് അവരറിയില്ല അങ്കിൾ. ഇല്ലല്ലോ. ഈ പെറ്റീഷൻ ഇവിടുത്തെ സർക്കിളിനെ ഒന്ന് കാണിക്കുകയുള്ളൂ, ഒരു വിശ്വാസത്തിന്. പിന്നെ അടിയോടി അടിയന്തിരമായ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് അയാളുടെ സ്റ്റേഷനിൽ ടെലഗ്രാമിൽ. അതൊക്കെ വക്കീലങ്ങൾ നോക്കിക്കൊള്ളാം. മോളിൽ ഒപ്പിട്ടേ. എങ്കിൽ കൂട്ടത്തിൽ ആ ബാബുരാജിനെയും ഇവിടുന്ന് ഇറക്കി വിടാം അങ്കിൾ. അത് മോനെ വേറെ പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറയുന്നതല്ലാതെ എന്താ പ്രശ്നമെന്ന് അങ്കിൾ പറയുന്നില്ലല്ലോ. അയാൾ ആരാ അങ്കിൾ? ഡാഡിയായിട്ട് അയാൾക്ക് എന്താ ബന്ധം? പരിചയമില്ലാത്ത ഒരാൾ വീട്ടിനകത്ത് കിടന്നിങ്ങനെ കറങ്ങുന്നത് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ് അങ്കിൾ. യഥാർത്ഥ സത്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. മോളിങ് വാ. നിങ്ങൾ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ എല്ലാരും കേട്ടോളൂ. എന്തായാലും ഒരു ദിവസം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതല്ലേ. എന്റെ പൊന്നുകുട്ടികളെ, നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭയങ്കര സത്യം ഞാൻ പുറത്തുവിടുകയാണ്. നിങ്ങളുടെ അച്ഛൻ മോഹൻദാസിന്റെ ഒരു കിഡ്നി ഡാമേജ് ആയതും അത് മാറ്റിവെച്ചതും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെനിക്കറിയാം. ശ്രീദേവിയും നിങ്ങളും ഭയപ്പെടുമെന്ന് കരുതി മോഹൻദാസ് പറയാതിരുന്നതാ. കോഴിക്കോട് വെച്ചായിരുന്നു ട്രാൻസ്പ്ലാന്റിംഗ്. മരിച്ചു പോകുമെന്ന നിലയായിരുന്നു. അനാഥനായ ഈ ബാബുരാജ് ഒരു ചില്ലി കാശ് പോലും വാങ്ങാതെ അയാളുടെ ഒരു കിഡ്നി മോഹൻദാസിന് കൊടുത്തു. പക്ഷേ മോഹൻദാസ് അഭിമാനിയായിരുന്നല്ലോ. അയാൾ അന്നേ മനസ്സിലെന്തോ കണ്ടിരുന്നു. അനാഥനായ ബാബുരാജിനെ മോഹൻദാസ് പഠിപ്പിച്ചു, ബാംഗ്ലൂരിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തു. ഇനിയാണ് ശരിക്കുള്ള സത്യം ഞാൻ പറയാൻ പോകുന്നത്. തന്റെ മകൾ മീരയെ ബാബുരാജിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു മോഹൻദാസിന്റെ ഉദ്ദേശം. സൽ സ്വഭാവിയായ ബാബുരാജാണ് തന്റെ മകളെ കെട്ടുക എന്ന് മോഹൻദാസ് എന്നോട് പറഞ്ഞിരുന്നു. ബാബുരാജിനും അതറിയാം. പാവം മോഹൻദാസ് ആഗ്രഹം സാധിക്കാതെ അവൻ ഈ ലോകത്തു നിന്നും പോയി. മീര ചേച്ചിയെ കെട്ടാൻ ഡാഡി ഇതുപോലെ ഒരാളെ കണ്ടുപിടിക്കുമെന്ന് വിശ്വസിക്കാൻ വയ്യങ്കിൾ. വെറും കറമ്പൻ, പൊക്കമില്ല, കാണാനും ഭംഗിയില്ല, സ്മാർട്ട്നെസ് 1% പോലും ഇല്ല. അത് അങ്കിള് പറ, അയാള് ചേച്ചിക്ക് മാച്ചാണോ?